ഇന്ന് നമ്മൾ ചെയ്യുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ മാറ്റി വയ്ക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ബാക്കി വെച്ച ആ പാൽ അതിലേക്ക് ചേർത്ത് കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ഒരു 3 കഷ്ണം മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പാലും കസ്റ്റാർഡും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ബ്രെഡാണ് എടുക്കുന്നത്. ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഈ സൈഡിനൊക്കെ നല്ല കട്ടിയുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നതും കുഴപ്പമില്ല. പക്ഷേ സൈഡിന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് അത് നമുക്ക് മുറിച്ച് മാറ്റാം. ഇനി ഒരു ട്രേ എടുത്തിട്ട് ഈ മാംഗോ കസ്റ്റാർഡ് നമുക്കതിൽ താഴെ ഒഴിച്ചു കൊടുക്കാം. താഴത്തെ ലെയറായിട്ട് അത് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആ ട്രേയുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നിരത്തി വെച്ച് കൊടുക്കാം. സൈഡ് ഫില്ലിങ്ങിനായിട്ട് ചെറിയ പീസ് ബ്രെഡ് അതും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ മാംഗോ കസ്റ്റാർഡ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഈ ബ്രെഡ് ഇതെല്ലാം വലിച്ചെടുത്ത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാങ്ങ ചെറിയ പീസാക്കിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്. നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതെല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം. മൊത്തം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ബ്രെഡ് വെച്ച്. അത് പിന്നെയും ആ മാംഗോ കസ്റ്റാർഡ് അത് നമുക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആകത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് മാംഗോ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.